ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് ലൈബ്രറി പാർക്കിലേക്കാണ് കേട്ടോ. ഫാമിലിക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ലൈബ്രറി പാർക്ക്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോസും കൂടി ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ വരുന്നവർ ഫുഡുമായിട്ട് തന്നെ വരണം കേട്ടോ. ഇവിടെ അടുത്തൊന്നും റെസ്റ്റോറൻ്റ് ഇല്ല, ഫുഡൊക്കെ വാങ്ങിയിട്ട് വരണം കേട്ടോ. പിന്നെ വെള്ളം, അങ്ങനത്തെ ജ്യൂസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെയുള്ള ഒരു 3 അതിഥികളാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടൊന്നും ആരെയും ഒന്നും ഇടങ്ങേറൊന്നും ആക്കാതെ അവരെ സൈഡിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ സൈക്കിള്, പിന്നെ ഇലക്ട്രിക് സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടോയ്സുകളൊക്കെ ഇവിടെ അങ്ങനെ ഓരോരോ പെണ്ണുങ്ങൾ വന്ന് വിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ദുമിൻ്റെ നൂഡിൽസ്, പിന്നെ ചോക്കി അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് മാറ്റ് പിരിച്ചിരിക്കാം, അതെങ്ങനത്തെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഈ ബസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വലിയവർക്ക് 35 റിയാലും ചെറിയവർക്ക് 25 റിയാലും ആണ് കേട്ടോ. ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഒലയ്യ മൊത്തം ഇവർ കൊണ്ടുപോയി കാണിച്ച് ഇവിടെ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും കേട്ടോ. ഇതാണ് കേട്ടോ സ്കൂട്ടി. കാർഡ് വെച്ചിട്ടും എടുക്കാം, നമുക്ക് റിയാൽ കൊടുത്തിട്ടും എടുക്കാം കേട്ടോ. ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമുക്ക് നടക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടന്ന് ഫൈസലിയ ടവറിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടേക്ക് വരാൻ ബസ്സും ഉണ്ട്, ട്രെയിനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെക്കേഷൻ ആയിക്കൊണ്ട് നല്ലോണം പാർക്കിൽ വന്ന് നല്ലോണം മക്കൾക്കാണെങ്കിൽ കളിക്കാനും ഉണ്ട്. പിന്നെ ഇവിടെ ഓവറായിട്ട് സൗണ്ടും കളിക്കാനൊന്നും പറ്റൂല. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ചുറ്റിന് നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ ഈ മിലിറ്ററീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ലൈബ്രറീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ കയറാം കേട്ടോ. പക്ഷേ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും അടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് ബോയിലിംഗ് ക്രാബ് എന്ന് പറഞ്ഞ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടുന്ന് റിയാദിൽ നിന്ന് ഒരു 24 കിലോമീറ്റർ ഉണ്ട്. ലൊക്കേഷന് ഗൂഗിൾ മാപ്പിൽ ഇതേ ബോയിലിംഗ് ക്രാബ് എന്ന് അടിച്ചാൽ മതി. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ സീ ഫുഡ് ആയതുകൊണ്ട് ഫുള്ള് സീൻ്റെ ഓരോരോ ഡെക്കറേഷൻ ആയിന് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ആംബിയൻസ് അതിന്. ഇതൊക്കെ ഫസ്റ്റ് ഫ്ലോറിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് ഫുള്ള് ഫസ്റ്റ് ഫ്ലോർ. ഇവർ ഓരോരുത്തർ വന്നെങ്ങാൻ ഓരോരോ അഭിപ്രായങ്ങൾ എഴുതി വെച്ചതുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ പോയത്. ഇത് ക്രാബിനെ ഷെല്ലും കൊണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അടിപൊളിയായി കാണാൻ. പിന്നെ ഇനി ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണാം നമുക്ക്.
റെസ്റ്റോറൻറ്റ് ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടോ. ഫസ്റ്റ് അവർ കൊണ്ടുവന്നത് സ്ട്രോബെറി മൊജിറ്റോ ആയിന്. ഞങ്ങൾ പുറത്താണ് കേട്ടോ ഇരുന്നത്. നല്ല വ്യൂ ആയിന് ഇവിടുന്ന് കാണാൻ, പുറത്തേക്ക് വണ്ടികളൊക്കെ പോകുന്നത് കണ്ടുകാൻ നല്ല അടിപൊളി ആംബിയൻസ് ആയിന് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ പുറത്തെ വ്യൂ കേട്ടോ. ചെമ്മീൻ ബ്രോസ്റ്റഡൊക്കെ ക്വാണ്ടിറ്റി കുറവായിന്. പിന്നെ ചെമ്മീൻ്റെ ഒരു സീ ഫുഡ് ബക്കറ്റ് പോലത്തെ വഞ്ചിക്കൂട്ടൊക്കെ പോലത്തെ ഒരു സംഗതി കഴിഞ്ഞിട്ടോ. ഇത് അവർ കവറിലിട്ടുങ്ങാൻ മിക്സ് എന്തൊക്കെ ആക്കിയിട്ടാണ് ഈ ടേബിൾ മേക്ക് ഇടുന്നത്. ചെമ്മീനും പിന്നെ ഒരു കോണും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും അതിലില്ല. അതിൻ്റെ കൂടെ കഴിക്കാൻ റൈസാണ് കേട്ടോ ഉള്ളത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊജിറ്റോവും ചെമ്മീൻ ബ്രോസ്റ്റഡും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ചെമ്മീൻ്റെ ഈ കൂട്ടിന് അത്ര പോരട്ടോ, സ്പൈസി ഒന്നും അല്ല ഇനി ഞങ്ങൾ ഏൽപ്പിച്ചോ. പിന്നെ ഒരു സാധാ നോർമൽ അത്രേ പറയാൻ പറ്റുള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.